ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ ടോപ്പ് സീക്രട്സ് ആണ്. അതായത് നമുക്കറിയാം ഇന്ന് എല്ലാ ഫീൽഡിലും നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എക്സൽ ഇല്ലാണ്ട് നമുക്ക് ഒരു കാൽക്കുലേഷൻസും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ഇന്നുള്ളത് അല്ലേ. അപ്പോൾ ഏതിനും എന്തിനും നമ്മൾ എക്സലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ യൂസ് ഉള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ചെറിയ മടിയന്മാർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ട്രിക്കാണ്. നമ്മളെല്ലാവരും ചെറിയ മടിയന്മാരാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ഈ ഒരു പോർഷൻ പഠിപ്പിക്കാനൊന്നുമല്ല കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. മന്ത്ലി സാലറി ഇൻറ്റു നമ്മുടെ റേറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്, റേറ്റും എടുക്കുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു കേഴ്സർ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിന്നത് അല്ലേ. നമുക്ക് യൂഷ്വലി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എന്താണ്, താഴേക്കാണ് നമ്മുടെ കേഴ്സർ മൂവ് ചെയ്യുക അല്ലേ. പക്ഷേ ഇതിൽ എന്താണ്, ഈ ഒരു സെല്ലിൽ തന്നെ നമ്മുടെ കേഴ്സർ നിന്നു. സോ എനിക്കിപ്പോൾ ഈ ഒരു സെല്ലിൽ നിന്നുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് റെഫറൻസ് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെന്താണ് ഒരു മാജിക് നടന്നത്. അപ്പോൾ അത് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഒന്ന് നെയിം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. നെയിം എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി ഞാനിവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതിന് പകരം കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ടാണ് എൻ്റർ കീ പ്രസ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു സെല്ലിൽ തന്നെ നിന്നു. അപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാം, നെയിമിനെ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ബോൾഡ് ആക്കാം, ഫിൽ കളർ ചെയ്യാം, ഫോൺ കളർ മാറ്റി കൊടുക്കാം. കണ്ടോ, എല്ലാം ആ ഒരു സെല്ലിൽ നിന്ന് തന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മുടെ കേഴ്സർ ആ സെല്ലിൽ എവിടെയാണോ നമ്മൾ ഉണ്ടായിരുന്നത് ആ സെല്ലിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത എന്താണ്, കൺട്രോൾ കീയും എൻ്ററും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തു. ഈച്ച് ടൈം നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൺട്രോൾ കീയും എൻ്ററും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാണ്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഫയലിൽ ഓപ്ഷൻസ് എടുക്കുക. ഓപ്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ആഫ്റ്റർ പ്രസ്സിങ് എൻ്റർ മൂവ് സെലക്ഷൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അത് ഡൗൺ, റൈറ്റ്, അപ്പ്, ലെഫ്റ്റ് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ടിക്ക് മാർക്ക് ഒഴിവാക്കുകയാണ്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പ്രസ് ചെയ്താലും എൻ്റർ കീ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സെല്ലിൽ തന്നെയാണ് നമ്മുടെ കേഴ്സർ നിൽക്കുക. കണ്ടല്ലോ, ഇതാ ഇവിടെ പോയിട്ട് ഞാൻ എൻ്റർ കീ അടിക്കുകയാണ്, ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് കൂടുതൽ ഈസി ആക്കാൻ സാധിക്കും അല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ആണ് നിങ്ങൾ ഈ സെറ്റിങ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നമ്മൾ കൺട്രോൾ കീയും എൻ്റർ കീയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്താൽ മതി. അടുത്തതായിട്ട് ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നല്ല അടിപൊളി ഓപ്ഷനാണ്. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്യാറുണ്ടല്ലേ. അതായത് പല ലാംഗ്വേജസിലേക്കും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. അതേ സംഭവം നിങ്ങൾക്ക് എക്സലിൽ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയണ്ടേ, നോക്കാം. നമുക്ക് റിവ്യൂ ടാബ് എടുക്കുക. റിവ്യൂ ടാബിൽ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഓൾറെഡി മലയാളത്തിൽ സുഖമാണോ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ട്രാൻസ്ലേറ്റർ ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് പറയുന്നുണ്ട്, ഇവർ ഫ്രം എന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഡിറ്റക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് പറയുന്നത്. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏത് ലാംഗ്വേജ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഏതിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹിന്ദിയിലേക്കോ മലയാളത്തിലേക്കോ ഏതിലേക്ക് വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഇവിടെ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, മലയാളം ഇവിടെയാണുള്ളത്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മളിവിടെ ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ സെലക്ട് ടെക്സ്റ്റ് ഫ്രം ദ ഡോക്യുമെന്റ് ഓർ എൻ്റർ ടെക്സ്റ്റ് ഹിയർ ടു ട്രാൻസ്ലേറ്റ്. അതായത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, ദെൻ ഞാനിവിടെ നേരത്തെ ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഹൗ ആർ യു എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അത് സുഖമാണോ എന്നായിട്ട് വരുന്നുണ്ട്. കണ്ടല്ല. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പേരുകളൊക്കെയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. നമുക്ക് പേരാണ് ടൈപ്പ് ചെയ്യേണ്ടത്, മലയാളത്തിൽ വരണം എന്നിരിക്കട്ടെ. മനു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, മനു എന്ന് വന്നു. അതുപോലെ നിങ്ങൾക്ക് ഏത് പേര് വേണോ, ഞാനിവിടെ സീത എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. സീത എന്നാണെങ്കിൽ അത് സീത എന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ദെൻ ഏത് സെല്ലിലേക്കാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ. പലരും ചോദിക്കാറുണ്ട് മലയാളത്തിൽ എങ്ങനെ ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സൽ യൂസ് ചെയ്തിട്ടും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഇനി നമ്മുടെ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് എക്സൽ ഫയൽ എങ്ങനെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സൽ ഫയൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് PDF ആയിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫയലിൽ പോവുക. ദെൻ നമ്മൾ ഷെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷെയർ വിത്ത് പീപ്പിൾ, ഇമെയിൽ, സെൻഡ്, അഡോബ് PDF ഫോർ റിവ്യൂ എന്നുള്ള
ഈ ഓപ്ഷൻസ് കാണാം അല്ലേ. ഞാനിവിടെ ജസ്റ്റ് ഇമെയിൽ എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കാൻ പോവാണ്. ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം അല്ലേ. സെൻഡ് ആസ് അറ്റാച്ച്മെന്റ് ആണ് ആദ്യത്തത്, അതായത് ഇത് എക്സൽ ഫയലായിട്ട് തന്നെയാണ് അവർക്ക് പോവുക. ഓക്കെ, ജസ്റ്റ് അറ്റാച്ച്ഡ് ആയിട്ട് പോവും. ഇനി അതല്ല, നിങ്ങൾക്ക് അഡോബ് PDF ആയിട്ട് അയക്കാം. സെൻഡ് ആസ് PDF എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെൻഡ് ആസ് PDF എന്നുള്ളതാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. കണ്ടോ, employee.pdf എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട്. PDF ആയിട്ടായിരിക്കും ഇത് നമ്മൾ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സൽ ഫയൽ ഇപ്പോൾ PDF ആയിട്ടായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൾക്ക് പോവുക. അപ്പോൾ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണല്ലോ. അതായത് എക്സൽ ഫയലിനെ PDF ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് തന്നെ നിങ്ങൾക്ക് അയക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ടു അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത് സെൻഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് PDF ആയിട്ടായിരിക്കും റിസീവ് ചെയ്യുക. മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് എക്സൽ ബ്ലാക്ക് സ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാം നമുക്ക് വൈറ്റ് ആണ് ഈ പോർഷനൊക്കെ അല്ലേ. നമുക്ക് ഇത് വൈറ്റിൽ ഈ ഒരു ലൈറ്റിൽ കാണുമ്പോൾ നമുക്ക് കണ്ണിന് പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ ഇത് നമുക്ക് ബ്ലാക്ക് ആക്കി സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഫയലിൽ പോവുക, ദെൻ നമ്മുടെ അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓഫീസ് തീം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അല്ലേ. ഇവിടെ സിസ്റ്റം സെറ്റിംഗ് ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുക. നമുക്ക് ഡാർക്ക് ഗ്രേ, ബ്ലാക്ക്, വൈറ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ ഓഫീസ് കംപ്ലീറ്റും ഇങ്ങനെ ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റിംഗ്സിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് സ്ട്രെയിൻ കുറവായിരിക്കും. ഇനി അതല്ല നമുക്കത് വേണ്ട, വേറെയാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് അവിടെ തന്നെ അക്കൗണ്ടിൽ പോവുക, ദെൻ എന്ത് ചെയ്യുക, ഓഫീസ് തീം സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്, ഡാർക്ക് ഗ്രേ ഉണ്ട്, അതുകൂടി ഞാൻ സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അതായത് കംപ്ലീറ്റ് ഡാർക്കായി പോണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മുടെ ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് സെമികോളൻസും സ്റ്റാറും അതേപോലെ തന്നെ @റേറ്റും യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമ്മൾ മുൻപേ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സെമികോളൻ യൂസ് ചെയ്തിട്ട് മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അടിപൊളി ട്രിക്കാണ്, എക്സൽ മാജിക് തന്നെയാണത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എക്സലിൽ ബൈ ഡീഫോൾട്ട് ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റൊക്കെ തന്നെയും എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് അലൈൻഡും അതുപോലെ തന്നെ നമ്പേഴ്സൊക്കെയും റൈറ്റ് അലൈൻഡും ആയിരിക്കും ആണല്ലോ. ഇത് റൈറ്റ് അലൈൻഡ് ആണ്, അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ ഇത് എന്താണ്, ലെഫ്റ്റ് അലൈൻഡും ആണ് അല്ലേ. പക്ഷേ നമ്മുടെ ഈ ഒരു സെല്ലിൽ മാത്രം എങ്ങനെയാണ് വന്നിട്ടുള്ളത്, റൈറ്റ് അലൈൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നോട് പറയാണ് ഇത് റൈറ്റ് അലൈൻഡ് ആണ്, ഇത് മാറ്റി എനിക്ക് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്ത് കിട്ടണം. കണ്ടോ, ഈ ഒരു ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നീറ്റില്ലാണ്ട് ഈ ഒരു പോർഷൻ ആണുള്ളത് അല്ലേ. അതായത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെയല്ല ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്താ ചെയ്യുക, ഈ ടെക്സ്റ്റൊക്കെ സെലക്ട് ചെയ്യും, ദെൻ ഈ അലൈൻമെൻറ്റിൽ പോയിട്ട് മാറ്റി നോക്കും. കണ്ടോ, ഒന്നും ചേഞ്ച് ആവില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇതെന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാൻ കഴിയുന്നതായിരിക്കും. ഇത് നമുക്ക് റൈറ്റ് അലൈൻ ചെയ്യാം, മിഡിൽ അലൈൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തു വയ്ക്കാം. പക്ഷേ ഈ ഒരു സംഭവത്തിന് നമുക്ക് ഇവിടുന്ന് അനക്കാൻ പറ്റില്ല. നോക്കിക്കോളാം, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, എവിടത്തേക്കും ആക്കാൻ സാധിക്കില്ല നമുക്ക്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് കൺട്രോൾ കീയും 1 കൂടി പ്രസ് ചെയ്യാണ്. അപ്പോൾ അത് നമ്മുടെ ഫോമാറ്റ് സെൽസിലേക്കാണ് എടുക്കുക. കസ്റ്റം ഫോമാറ്റിംഗ് എടുക്കുക. ദെൻ നമുക്ക് ഇവിടെ കാണാം സിമ്പിൾസ്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെയാണുള്ളത്. 3 സെമികോളൻ ഉണ്ട്, ഒരു സ്റ്റാർ ഉണ്ട്, പിന്നെ സ്പേസ് @ ആണുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ഒക്കെ തന്നെയും എങ്ങോട്ടേക്കാണ് അലൈൻ ചെയ്യുക, റൈറ്റിലേക്കാണ് അലൈൻ ചെയ്ത് കിടക്കുക. പിന്നീട് നമുക്ക് ഒന്നും തന്നെയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറക്കണ്ട, 3 സെമികോളൻ, ദെൻ സ്റ്റാർ സിമ്പിൾ, ദെൻ സ്പേസ്, പിന്നെ @ സിമ്പിൾ. അപ്പോൾ ജസ്റ്റ് ഇത് വേണ്ട എങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുക, ജനറൽ സെലക്ട് ചെയ്യുക, ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ഒക്കെ തന്നെയും പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് ടെക്സ്റ്റിനെ റൈറ്റ് അലൈൻ ചെയ്ത് വെക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് അലൈൻ ചെയ്യാനാണെങ്കിൽ 3 സെമികോളൻ @ സ്റ്റാർ, ഇത് 3ഉം ഒന്നിച്ചിട്ടതിന് ശേഷം ലാസ്റ്റ് കൊണ്ടുപോയി സ്പേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് അലൈൻ ആകും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.